തൃശ്ശൂരിലെ ധനകാര്യ സ്ഥാപനമായ പൂരം ഫിൻസർവിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവായിട്ടുണ്ട്. ബെഡ്സ് ആക്ട് പ്രകാരമാണ് ഈ നടപടി. 3000-ലേറെ പേരിൽ നിന്ന് 200 കോടിയിലേറെ സമാഹരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കളക്ടറുടെ ഈ ഉത്തരവ്. പൂരം ഫിൻസർവിൽ പണം നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെട്ടവർക്ക് ആശ്വാസമായാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ തീരുമാനം. ബെഡ്സ് ആക്ട് പ്രകാരമാണ് പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ജില്ലാ കളക്ടർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. സ്ഥാപനത്തിൻ്റെയും ബാങ്ക് ഡയറക്ടർമാരായ അനിൽ, സുനിൽ എന്നീ സഹോദരന്മാരുടെയും സ്വത്തുക്കളാണ് താൽക്കാലികമായി ഇപ്പോൾ ജപ്തി ചെയ്യുന്നത്. തട്ടിപ്പിനിരയായി 2.5 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു നടപടി ഉണ്ടാകുന്നത്. ഉത്തരവ് നടപ്പിൽ വരുത്തുന്നതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും തൃശ്ശൂർ, ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർക്കും ചുമതല നൽകിയിട്ടുണ്ട്. പൂരം ഫിൻസർവിൻ്റെ 29 ബ്രാഞ്ചുകളിലായി പണം നിക്ഷേപിച്ചവരാണ് വഞ്ചിക്കപ്പെട്ടത്. മണി ചെയിൻ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് കമ്പനിക്ക് പിന്നാലെ തൃശ്ശൂർ ആസ്ഥാനമായ ഗീവ് ആൻഡ് ടേക്ക് വേൾഡ് എന്ന സമാന രീതിയിലുള്ള കമ്പനിക്കെതിരെയും ബെഡ്സ് ആക്ട് പ്രകാരം നടപടിയെടുക്കുന്നു. പ്രശാന്ത് പനച്ചിക്കൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഗീവ് ആൻഡ് ടേക്ക് വേൾഡ്, TNT ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെയും ഉടമകളുടെയും പേരിലുള്ള സ്വത്ത് ബെഡ്സ് ആക്ട് പ്രകാരം കണ്ടുകെട്ടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുകയും അവർ ആവശ്യപ്പെട്ടിട്ടും ആ പണം തിരികെ നൽകാതെ വഞ്ചിക്കുകയും ചെയ്തതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഈ ജപ്തി സ്ഥിരമാക്കാൻ ബന്ധപ്പെട്ട കോടതി മുഖേന ഹർജി ഫയൽ ചെയ്യാനും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. അക്കൗണ്ടും നിക്ഷേപങ്ങളും മരവിപ്പിക്കാൻ ലീഡ് ബാങ്കിൻ്റെ മാനേജരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിലെ മറ്റൊരു ധനകാര്യ സ്ഥാപനമായ ഹ്യുവാൻസിലെ നിക്ഷേപകർ ആ സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. 19 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. കോൺഗ്രസ് നേതാവ് CS ശ്രീനിവാസനാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. ഈ സ്ഥാപനം തങ്ങൾ നിക്ഷേപിച്ച പണം തിരികെ നൽകുന്നില്ല എന്നാണ് നിക്ഷേപകർ പരാതി പറയുന്നത്. സ്ഥാപനത്തിനെതിരെ തൃശ്ശൂരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നിലവിലുണ്ട്. കമ്പനിക്കും അതിൻ്റെ MDക്കുമെതിരെ ബെഡ്സ് ആക്ട് ചുമത്തി കേസെടുക്കണം എന്നാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത്. എന്തായാലും തൃശ്ശൂരിൽ പോലീസിനും റവന്യൂ ഉദ്യോഗസ്ഥർക്കും ഇനി വിശ്രമമില്ലാത്ത നാളുകളാണ്. അത്രയ്ക്ക് സ്ഥാപനങ്ങളാണ് നിയമവിരുദ്ധമായി അവിടെ പ്രവർത്തിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ച് പൂട്ടി സീൽ ചെയ്തിട്ടും കാശിനോട് ആർത്തിമൂത്ത ലീഡർമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറേ കള്ളന്മാർ നുണക്കഥകൾ ഇറക്കി നിക്ഷേപകരെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇപ്പോഴും. അവരൊന്നും കേസിന് പോകാതെ ഇരിക്കാനാണ് ലീഡർമാർ കോടതി വിധിയെപ്പോലും വളച്ചൊടിച്ച് അവർക്ക് അനുകൂലമാണ് കേസ് എന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യം ഓർമ്മിക്കുക, ബെഡ്സ് ആക്ടിൽപ്പെട്ട ഒരു കമ്പനിയും പഴയ തട്ടിപ്പുമായി തിരികെ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല.